അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കാം. അത് കഴിഞ്ഞാൽ സ്വന്തം അവരുടെ കാര്യം അവർ തന്നെ നോക്കിക്കണം. അത് 10 വയസ്സ് മുതൽ നമ്മൾ പഠിപ്പിക്കണം. അത് മക്കളെ വളർത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചിരിക്കണം. കാര്യം ഇന്ന് ആരത് ചെയ്യാറില്ല. എല്ലാം പഠിപ്പ് 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 വേണം, പഠിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. പക്ഷേ ഇമ്പോർട്ട് നമ്മളെ ജീവിതമാണ്. നമ്മളെ ജീവിതത്തിന് ഇമ്പോർട്ട് കൊടുത്തതിന് ശേഷമേ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ട് കൊടുക്കാം. എല്ലാവരും വിദ്യാഭ്യാസത്തിന് മാത്രമാണ് ഇമ്പോർട്ട് കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾ എല്ലാവർക്കും വിദ്യാഭ്യാസം പഠിപ്പിക്കുക എന്നുള്ളത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ മാതാപിതാക്കൾക്ക്. സ്വന്തം കാര്യങ്ങൾ ഒന്നും നോക്കാൻ സമ്മതിക്കില്ല, അത് പഠിപ്പിക്കില്ല. കാര്യം എല്ലാം ഇവർ ചെയ്തു കൊടുക്കും. കുറച്ച് ദൂരം പോലും വിശ്വസിച്ച് ഇവരെ ഇവർ ചെന്ന് ഇരുന്ന് വിളിച്ചുകൊണ്ട് വരും. കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ വളർത്തും കണക്ക് 20 വയസ്സായാലും വളർത്തും. അവിടെയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെടുത്ത് നമ്മൾ പറയും കുട്ടിയുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കണം. അവൻ്റെ വസ്ത്രങ്ങൾ അവൻ കഴുകണം. അത് അവളെ വസ്ത്രമാണെങ്കിലും അവൾ പെണ്ണായാലും ആണായാലും രണ്ടും ഒന്നുകൂടെ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് കഴിയിക്കണം. അവരുടെ കാര്യങ്ങൾ സർവ്വത്രയും അവർ സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കണം. ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു കൃത്യമായിട്ട് ഒരു മക്കളെ നിങ്ങൾ വളർത്തണം എന്നുള്ള ഒരു ഇതുള്ളൂ. ചുമ്മാ എല്ലാത്തിനും നിങ്ങൾ തന്നെ ചെയ്ത് ആ കുട്ടീനെ ഇല്ലാതാക്കരുത്. കാര്യം ആദ്യം പഠിക്കുന്നത് കൊച്ചിനെ നമ്മൾ പഠിക്കുന്നതേ പാടുള്ളൂ പിള്ളേർ. അത് വലുതായാലും അങ്ങനെ തന്നെ. ഇന്ന് ഓരോരുത്തരെ ഞാൻ കണ്ടിട്ടുണ്ട്. 20 വയസ്സായ കുട്ടികളാണെങ്കിൽ